ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഞാനെപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻ ഏതാണ്? അങ്ങനെയുള്ള സിറ്റുവേഷൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇത് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്ത ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ വളരെ കൺജസ്റ്റഡ് ആയ ഒരു റോഡിലേക്ക് വണ്ടി കയറ്റുന്നതും അതേപോലെ ഇറക്കുന്നതും നിങ്ങൾക്ക് കാണാം. സിറ്റുവേഷൻ ഒന്ന് നിങ്ങൾ നോക്കുക. ശരിക്കും പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളിന് വളരെയധികം പേടി തോന്നുന്ന ഒരു സിറ്റുവേഷനാണിത്. പുതിയ കാറാണ്, നിസാൻ മാഗ്നൈറ്റ് ആണ്. അപ്പോൾ ഇത് അകത്തേക്ക് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. കഷ്ടി ഈ ഒരു റോഡിലൂടെ കടന്നു പോകും. വളരെ കൂളായിട്ട് ഈ ഒരു റോഡിലൂടെ എങ്ങനെ നമുക്ക് വാഹനം അകത്തേക്ക് കയറ്റാം? കണ്ടില്ലേ, ഇപ്പോൾ ആ ട്രെയിനിങ്ങിന് ശേഷം വാഹനം അകത്തേക്ക് കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് തോന്നും എങ്ങനെയായിരിക്കാം ഇത് ചെയ്തത്? ക്യാമറയുടെ സഹായമില്ലാതെയാണ് ഈ ഒരു കാറ് ഇപ്പോൾ അകത്തേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് കയറ്റുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടെ നിന്ന് കയറ്റിയതിന് ശേഷം പിന്നീട് വാഹനം റിവേഴ്സ് എടുത്ത് തിരിച്ച് ഇതേ വഴിയിലൂടെ പുറത്തേക്ക് എടുക്കണം. അതിനും വേണം നല്ലൊരു പ്രാക്ടീസ്. ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400600735. ഇവിടെ വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിയുടെ റൈറ്റ് ബാക്ക് സൈഡ് എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തിരിക്കണം. ആ ഒരു ഭാഗം ചേർന്ന് തിരിക്കണം. ഈ ഒരു ബേസിക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ലെഫ്റ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിക്കുക. റൈറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ചേർത്ത് തിരിക്കുക. ഇവിടെ റെഫറൻസ് എപ്പോഴും ബാക്ക് ആയിരിക്കണം, അതും മറന്നു പോകരുത്. ബാക്ക് സൈഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഫ്രണ്ട് പോവുക. റൈറ്റ് ചേർത്ത് തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക. വളരെ കൃത്യമായിട്ട് റൈറ്റ് ചേർത്ത് തിരിക്കുന്നു. മാക്സിമം സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ഒടിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്നത്. മാക്സിമം റിവേഴ്സ് ആയി എങ്ങനെ മനസ്സിലാക്കാം? ലെഫ്റ്റ് സൈഡിലുള്ള മിററിലൂടെ നോക്കി മനസ്സിലാക്കാം. മാക്സിമം റിവേഴ്സ് ആയി എന്ന് മനസ്സിലായതിന് ശേഷം, അല്ലെങ്കിൽ മതിലിനോട് റൈറ്റ് കോർണർ ബാക്ക് കോർണർ അടുപ്പിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാനാണ് പോകുന്നത്. സ്റ്റിയറിങ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപിലേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിന്നും തിരിച്ചതാ ഈ ഒരു ഇടവഴിയിലൂടെ വണ്ടി പുറത്തേക്ക് പോവുകയാണ്. കഷ്ടി ഒരാൾ എതിരെ വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു റോഡുള്ളത്. ഇനി ഇത് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും തിരക്കുള്ള റോഡിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരാം. ആ ഒരു സമയത്ത് നല്ല ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. വണ്ടി ബാക്കിലേക്ക് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ടിലേക്ക് തിരിക്കുമ്പോൾ എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ആയിരിക്കണം നിങ്ങൾ വണ്ടി അടുപ്പിക്കേണ്ടത്. അതായത് റൈറ്റിലേക്കാണ് നിങ്ങൾ ടേൺ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടതെങ്കിൽ റൈറ്റ് സൈഡ് മാക്സിമം ചേർത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ കൺജസ്റ്റഡായ സ്ഥലത്ത് നിന്ന് ഒരു കാറ് തിരിക്കേണ്ടി വരുമ്പോൾ വാഹനം മൂവ് ചെയ്തുകൊണ്ട് തിരിക്കുന്നതിന് പകരം നിർത്തി തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ടയറിന് തേയ്മാനം ഉണ്ടാവുന്നെങ്കിലും നമുക്ക് ഇങ്ങനെ തിരിച്ചാൽ മാത്രമേ വളരെ എളുപ്പത്തിന് കാർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. വാഹനം മുമ്പിലേക്ക് എടുത്ത് ഈ ഇടവഴിയിലൂടെ പോയി പുറത്ത് റോഡിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷോൾഡർ ലെവലിലേക്ക് പോകേണ്ട വഴിയുടെ സ്റ്റാർട്ടിങ് വന്നതിന് ശേഷം മാത്രം സ്റ്റിയറിംഗ് തിരിക്കുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് വാഹനം തിരിയുകയില്ല. വാഹനത്തിൻ്റെ സൈഡ് ഒരയുന്നത് നിങ്ങൾക്ക് കാണാം. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.